Hi students, 12ാം ക്ലാസ് കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്ററായ ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലിമെന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെറ്റലർജിയെ പറ്റിയാണ് പഠിക്കുന്നത്. മെറ്റലർജി എന്ന് പറഞ്ഞാൽ നമ്മളെ മെറ്റൽസ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് മെറ്റലർജിക്കകത്ത് പഠിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മെറ്റൽസിനെ പറ്റി പറയുമ്പോൾ മെറ്റൽസിന്റെ ഗുണങ്ങൾ: മെറ്റൽസ് ആർ ലസ്ട്രസ്, അതായത് ഷൈനിയാണ്. അതുപോലെ മാലിബിൾ, ഡക്റ്റൈൽ, അടിച്ചു പരത്താം, വലിച്ചു നീട്ടാം. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. മെറ്റൽസ് ആർ ഹാർഡ്, ദേ ഹാവ് ഹൈ ഡെൻസിറ്റീസ്. നിങ്ങളെല്ലാവരും മെറ്റൽസ് ഒക്കെ കണ്ട് അതിനേക്കാളും ഇത് പിടിച്ചിട്ടുള്ളതാണ്. ദേ ഹാവ് ഹൈ ഡെൻസിറ്റി ഉള്ളതാണ്. ഡ്യൂ ടു ഇറ്റ്സ് ഡിസ്റ്റിങ്വിഷ് പ്രോപ്പർട്ടീസ് മെറ്റൽസ് ഹാവ് എ നമ്പർ ഓഫ് യൂസസ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. Metals are extracted from their ore. Metals are extracted from their ores. Metals are present in the combined form in ores. This process of extracting metals from their ore is termed as metallurgy. അന്നേരം ഈ മെറ്റൽസ് നമുക്ക് നേരെ ഒന്നും കിട്ടുന്നതല്ല, അത് ഓറിൽ നിന്നാണ് കിട്ടുന്നത്. അതായത് മിനറൽസ്, ഓറ്. അതിൽ നിന്ന് എങ്ങനെയാണ് മെറ്റൽസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള ആ ശാസ്ത്രശാഖയാണ് മെറ്റലർജി എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിംഗ് മെറ്റൽസ് ഫ്രം ദെയർ ഓർ ഇസ് ടേംഡ് മെറ്റലർജി. നീഡ് ഫോർ മെറ്റലർജി: ഡ്യൂ ടു ഇറ്റ്സ് പ്രോപ്പർട്ടീസ് മെറ്റൽസ് ഷോ മെനി യൂസസ്. മെറ്റൽസിന് പല എക്സാമ്പിൾ ഉണ്ട് അല്ലേ? അയണ്, കോപ്പർ, അലൂമിനിയം എല്ലാം മെറ്റൽസാണ്. Iron is used in warships because in the form of steel it has a high tensile strength. അതിന്റെ സ്ട്രെങ്ത് കാരണം. Copper is used in boiler pipes and utensils. നമ്മുടെ പാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. Because it is non-reactive. Non-reactive ആണ് കോപ്പർ. അതുകൊണ്ട് നമുക്ക് അറ്റൻസൈൽസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കോപ്പർ ഒക്കെ ഉപയോഗിക്കുന്നു. Aluminum is used in foil as it is highly malleable. അലൂമിനിയം ഫോയിൽ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ലെഡ് ഈസ് യൂസ്ഡ് ഇൻ എക്സ്റേ ഷീൽഡ്സ് ആസ് ഇറ്റ് അബ്സോർബ് ഗാമ റേഡിയേഷൻ. സിങ്ക് ഈസ് യൂസ്ഡ് ഇൻ ഗാൽവനൈസേഷൻ ഓഫ് അയൺ. ഇപ്പം നമ്മൾ പലതരത്തിലുള്ള മെറ്റൽസിന്റെ ഉപകരണങ്ങളാണ്. ഏതൊക്കെയായിരുന്നു? കോപ്പർ, അയൺ, അലൂമിനിയം, സിങ്ക്, അതിനെപ്പറ്റിയുള്ള അങ്ങനെ പലതരത്തിലുള്ള മെറ്റൽസ് ഉണ്ട് അല്ലേ? ഇതിനെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം ഉപയോഗങ്ങളുള്ളതാണ്. ഇതിന് മെറ്റലർജിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ മിനറൽസ്, മെറ്റൽസ് എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്ന മിനറൽസ് ആയിട്ടാണ്. എന്താണ് മിനറൽസ് എന്ന് നമുക്ക് നോക്കാം. ദ കമ്പൈൻഡ് സ്റ്റേറ്റ് ഓഫ് മെറ്റൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ്, അതായത് മെറ്റൽസിന്റെ ഓക്സൈഡ്സ്, കാർബണേറ്റ്സ്, അതെല്ലാം മിനറൽസ് ആയിട്ടാണ് എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്നത്. ഓർ ദ മിനറൽ ഫ്രം വിച്ച് ദ മെറ്റൽ എക്കണോമിക്കലി ആൻഡ് കൊമേഴ്സ്യലി എക്സ്ട്രാക്റ്റഡ്. ഇവിടെ നമ്മൾ രണ്ട് ടേം പഠിക്കുകയാണ്. ഓർ എന്നൊരു ടേം കൂടെ പഠിക്കുക. ഓർ അത് ഓർ എന്ന് പറയുന്നത് മിനറലാണ്. From which the metal economically and commercially extracted. നമുക്ക് ലാഭകരമായും വളരെ എളുപ്പത്തിലും നിർമ്മിക്കാൻ സാധിക്കുന്ന മെറ്റലിന്റെ മിശ്രിതത്തിനെയാണ് ഓർ എന്ന് പറയുന്നത്. All ores are minerals, but all minerals are not ore. എല്ലാ ഓറും മിനറൽസ് ആണ്, പക്ഷേ all minerals are not ores. എക്സാമ്പിൾ: അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്, അതായത് അലൂമിനിയം ഓക്സൈഡ് എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ അയണിന്റെ ഓറാണ് ഹേമറ്റൈറ്റ്. നമ്മളിപ്പം പഠിച്ചത് മിനറൽസും ഓറിനെ പറ്റിയാണ്. അതായത് നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് കാണാതെ പഠിക്കും. മിനറൽസ് എന്ന് പറഞ്ഞാൽ ദ കമ്പൈൻഡ് സ്റ്റേറ്റ് ഓഫ് മെറ്റൽസ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. അതുപോലെ ഓർ എന്ന് പറഞ്ഞാൽ ദ മിനറൽ ഫ്രം വിച്ച് ദ മെറ്റൽ എക്കണോമിക്കലി ആൻഡ് കൊമേഴ്സ്യലി എക്സ്ട്രാക്റ്റഡ്. ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാവുന്നതാണ് എന്താണ് ഓർ എന്നുള്ളത്. നമുക്ക് പറയാം ഓൾ ഓർസ് ആർ മിനറൽസ്, ബട്ട് ഓൾ മിനറൽസ് ആർ നോട്ട് ഓർസ്. ഓക്കെ. ഇനി ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റിയാണ്. ഇമ്പ്യൂരിറ്റി പ്രസന്റ് ഇൻ മിനറൽസിനെയാണ് ഗ്യാങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സിലിക്കേറ്റ്സ്, റോക്ക് പീസ് ഒക്കെ ഗ്യാങ് ആണ്. നമുക്ക് എപ്പോഴും എന്താ വേണ്ടത്? പ്യൂർ ആയിട്ടുള്ള മെറ്റലാണ് വേണ്ടത്. ആ മിനറൽസിനകത്ത് ഇഷ്ടംപോലെ ഇമ്പ്യൂരിറ്റീസ് കാണും. അതായത് കല്ലും കമ്മട്ടിക്കായും എല്ലാം പലതരത്തിലുള്ള എർത്ത് ക്രിസ്റ്റലിൽ നിന്ന് എടുക്കുന്നത് അല്ലേ? അതായത് ഒത്തിരി ഇമ്പ്യൂരിറ്റീസ് കാണും. ആ ഇമ്പ്യൂരിറ്റീസിനെയാണ് ഗ്യാങ് എന്ന് പറയുന്നത്. ഗ്യാങ്. ഇപ്പം നമ്മൾ പഠിച്ചത് മിനറൽ, ഓറ്, ഗ്യാങ്. ഇത് അയണിന്റെ ഒരു ഓറാണ് ഹേമറ്റൈറ്റ്. അയണിന്റെ ഓറ്.
അന്നേരം മൂന്നാല് മെറ്റൽസിന്റെ ഓർ എവിടുന്നാണ് ഈ മെറ്റൽസ് പ്രോഫിറ്റബിളായിട്ടും എക്കണോമിക്കലായിട്ടും നിർമ്മിക്കുന്ന മിനറലിനെയാണ് ഓർ എന്ന് പറയുന്നത്. അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. അതുപോലെ അയൺ എന്ന് പറഞ്ഞാൽ അയണിന്റെ ഓറാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഹേമറ്റൈറ്റിന്റെ ഫോർമുലയാണ് Fe2O3, മാഗ്നറ്റൈറ്റ് Fe3O4. അതുപോലെ അയൺ പൈറൈറ്റിസ് എന്ന് പറഞ്ഞാലും അതും അയണിന്റെ ഓറാണ് FeS2. കോപ്പർ, അടുത്ത മെറ്റലാണ് കോപ്പറിന്റെ ഓറാണ് കോപ്പർ പൈറൈറ്റിസിന്റെ ഫോർമുല ആണ് CuFeS2, അതായത് സൾഫൈഡ് ഓറാണ് അവിടെ. അതുപോലെ മാലക്കൈറ്റ് CO3 CuOH ആണ്. കുപ്രൈറ്റ് Cu2O ആണ്. കോപ്പർ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ സൾഫൈഡ് ഓറാണ് Cu2S ആണ് കോപ്പർ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അന്നേരം ഇവിടെ നമ്മൾ 4 ഓർ പഠിക്കുകയാണ് കോപ്പറിന്റെ. കോപ്പർ പൈറൈറ്റിസ്, മാലക്കൈറ്റ്, കുപ്രൈറ്റ്, കോപ്പർ ഗ്ലാൻസ്. ഇനി അടുത്ത ഓറുകളാണ് സിങ്ക് ബ്ലെൻഡ്. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെയാണ് സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുമ്പോൾ സിങ്കിന്റെ ഓറ അല്ലെ. സിങ്ക് ബ്ലെൻഡിന്റെ ഫോർമുല സിങ്ക് സൾഫൈഡ് ആണ്. അതുപോലെ കലാമിൻ സിങ്ക് കാർബണേറ്റ് ആണ്. എളുപ്പമാണ് കലാമിൻ അല്ലെ, സിങ്ക് കാർബണേറ്റ്. സിൻസൈറ്റ് എന്നാണ് അടുത്ത സിങ്കിന്റെ ഓറ. സിങ്ക് ഓക്സൈഡ് ആണ്. അന്നേരം നിങ്ങളുടെ മനസ്സിലോട്ട് വരണം, കലാമിൻ എന്ന് പറഞ്ഞാൽ സിങ്ക് എന്ന മെറ്റലിന്റെ ഓറാണ്. ഇതിൽ നിന്നൊക്കെ നല്ല എളുപ്പത്തിൽ നമുക്ക് ഈ മെറ്റൽസ് നിർമ്മിക്കാൻ സാധിക്കും. അതിനെയാണ് ഓർ എന്ന് പറയുന്നത്. ഇതിന് 2-3 എക്സാമ്പിളൊക്കെ ഓർത്തിരിക്കുക. അലൂമിനിയം ബോക്സൈറ്റ് ആണ് അതിന്റെ ഓറ് മെയിൻ ആയിട്ടുള്ളത്. അയൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വേണം ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഓർത്തിരിക്കുക. കോപ്പർ എന്ന് പറയുമ്പം കോപ്പർ ഗ്ലാൻസ്, കോപ്പർ പൈറൈറ്റീസ്, മാലക്കൈറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ഓർ വരുന്നുണ്ട്. സിങ്ക് എന്ന് കേൾക്കുമ്പോൾ കലാമിൻ ഓർത്തിരിക്കുക കേട്ടോ. കലാമിൻ എന്നൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓർ. Occurrence of metals. Metals occur in the native as well as the combined state. Gold, silver, platinum. Goldന്റെ ഫോർമുല എന്താണ്? Au. Silver, platinum exist in the free state. എന്താ കാരണം? To their low chemical reactivity. കെമിക്കൽ ആക്ടിവിറ്റി കുറവായതുകൊണ്ട് അത് അധികം ഫ്രീ സ്റ്റേറ്റിൽ തന്നെ നിലനിൽക്കുന്നു. അധികം കമ്പൈൻഡ് സ്റ്റേറ്റ് ആകുന്നില്ല. അതാണ് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം എക്സിസ്റ്റ് ഇൻ ദ ഫ്രീ സ്റ്റേറ്റ്. ഇൻ ദ കമ്പൈൻഡ് സ്റ്റേറ്റിൽ ആരാണ്? ഏത് മെറ്റൽസ് ആണ്? റിയാക്റ്റീവ് മെറ്റൽ റിയാക്ട് വിത്ത് എ സർട്ടൻ സബ്സ്റ്റൻസ് ആൻഡ് ഒക്കർ ഇൻ ദ കമ്പൈൻഡ് സ്റ്റേറ്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ് ഡ്യൂ ടു ദെയർ കെമിക്കൽ റിയാക്ടിവിറ്റി. എക്സാമ്പിൾ, സോഡിയം ഒക്കർ ഇൻ ദ എർത്ത് ക്രസ്റ്റ് ഇൻ അബണ്ടൻസ് ആസ് സോഡിയം ക്ലോറൈഡ്. നമുക്കറിയാം, ഉപ്പ് അല്ലേ. അന്നേരം അവിടെ നമ്മള് സോഡിയം ഒക്കേഴ്സ് ഇൻ ദ എർത്ത് ക്രസ്റ്റ് ഇൻ അബണ്ടൻസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. ഇതൊക്കെയാണ് ഒക്കറൻസ് ഓഫ് മെറ്റൽസ്. മെറ്റൽസിന്റെ കോമ്പൗണ്ട്സ് 2-3 കോമ്പൗണ്ട്സിനെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. മെറ്റൽ സൾഫൈഡ് എന്ന് പറഞ്ഞാൽ മെറ്റല് സൾഫറുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു കമ്പൈൻഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതാണ് മെറ്റൽ സൾഫൈഡ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് പാറകളിൽ ജനറലി ഫൗണ്ട് ഇൻ റോക്സ് ആസ് ദേ ആർ ഇൻസോലബിൾ ഇൻ വാട്ടർ ആണ്. മെറ്റൽ സൾഫൈഡ് ഇൻസോലബിൾ ഇൻ വാട്ടർ ആണ്, അതുകൊണ്ട് പാറകളിൽ കാണപ്പെടുന്നു. അതുപോലെ മെറ്റൽ ഹാലൈഡ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്ത് മെറ്റൽ ഹാലൈഡ്സ് ഉണ്ടാകുന്നു. ഫൗണ്ട് ഇൻ ഓഷ്യൻസ് ആൻഡ് ലേക്സ് ആസ് ദേ ആർ സോലബിൾ ഇൻ വാട്ടർ. അതായത് സോഡിയം ക്ലോറൈഡ് ഒക്കെ എന്താണ്? മെറ്റൽ ഹാലൈഡ്സ് ആണ്. ഇങ്ങനെ പലതരത്തിലുള്ള മെറ്റൽസ് ആണ് നമ്മൾ കാണുന്നത്. എക്സ്ട്രാക്ടിങ് മെറ്റൽസ് ഫ്രം ദെയർ ഓർ കോമ്പൗണ്ട്സ്, സോൾട്ട് ഓഫ് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, ഇതെല്ലാം മെറ്റൽസ് ആണ്. ആർ ഹൈലി സ്റ്റേബിൾ ആൻഡ് ഹൈ എമൗണ്ട് ഓഫ് എനർജി ഈസ് റിക്വയർഡ് ടു ബ്രേക്ക് ദം എപ്പാർട്ട്. അതിനുവേണ്ടി ഇലക്ട്രോളിസിസ് ഒക്കെ ഉപയോഗിക്കുന്നു. സോഡിയം ക്ലോറൈഡ് ബ്രൈൻ സൊല്യൂഷന്റെ ഇലക്ട്രോളിസിസ്. സോഡിയം ക്ലോറൈഡിന് ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് വിഘടിച്ച് സോഡിയവും ക്ലോറിൻ ഗ്യാസുമായി മാറുന്നു. അതുപോലെ റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി, ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസ് can be separated by the reducing property of coke, hydrogen and other elements. ഇങ്ങനെ നമുക്ക് റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി ഒക്കെ വെച്ച് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നു. റെഡ്യൂസിംഗ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിങ്ക് സൾഫൈഡ് പ്ലസ് ഓക്സിജൻ ഗിവ് സിങ്ക് ഓക്സൈഡ്. അതുപോലെ സിങ്ക് ഓക്സൈഡ് കാർബണുമായിട്ട് കൂടി ചേരുമ്പോൾ സിങ്ക് പ്ലസ് CO ഉണ്ടാകുന്നു, കാർബൺ മോണോക്സൈഡ്. അങ്ങനെ ഇതെല്ലാം റെഡ്യൂസിംഗ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി ഇതിൽ നിന്നെല്ലാം നമുക്ക് മെറ്റലിനെ പ്രിപ്പയർ ചെയ്യുകയാണ്. Thermal decomposition of metal oxide. Oxides of metals like mercury and silver decomposes on heating.
അതായത് HgO Hg+O2 ആകുന്നു, Ag2O Ag+O2 ആകുന്നു. ഇതെല്ലാം തെർമൽ ഡീകമ്പോസിഷൻ മൂലമാണ് നടക്കുന്നത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട പോർഷനിലേക്ക് കിടക്കുകയാണ്. ഒരു ഓർ അല്ലെങ്കിൽ ഓർ കിട്ടിയാൽ എങ്ങനെയാണ് അതിനെ മെറ്റലാക്കി മാറ്റുന്നത്? ആ പ്രോസസ്സിന് പറയുന്നത് പറയണം മെറ്റലർജി. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓറിനെയാണ് മെറ്റലർജി എന്ന് പറയുന്നത്. മെറ്റലർജിക്കൽ പ്രോസസ്സ് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല, പല സ്റ്റെപ്പുകളിലൂടെയാണ് നടക്കുന്നത്. നമുക്കറിയാം, ആദ്യം ഈ ഓർ കുഴിച്ചെടുക്കണം. എവിടെയാണ് കിടക്കുന്നത്? ഭൂമിക്കടിയിലല്ലേ, അല്ലെങ്കിൽ പാറകളിലുമൊക്കെ കാണുന്നു. ഒന്നാമത്തെ സ്റ്റെപ്പാണ് മൈനിങ് ഓഫ് ഓർ. മോസ്റ്റ് ഓർ ജനറലി ഒക്കർ ഡീപ്പ് ഇൻസൈഡ് ദ എർത്ത്. Some may occur only a few meters under the earth's surface. Mining is the process of taking out the ore from the mines. Mining എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, കുഴിച്ചെടുക്കുക മിനറൽസിനെ അല്ലെങ്കിൽ ഓറിനെ. When an ore occurs near the surface of the earth, it can be directly dug out. ഇനി ഓറിനെ കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് ചിലപ്പോൾ നല്ല പാറക്കെട്ട് പോലെ ആയിരിക്കും, വലിയ വലിയ പാറ കല്ല് പോലെ ഇരിക്കുന്നത്. അതിനെ ഓറാക്കി ക്രഷ് ചെയ്യണം. അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. അതാണ് ക്രഷിംഗ് ഓഫ് ദ ഓർ എന്ന് പറയുന്നത്. എക്സ്ട്രാക്റ്റഡ് ഓർ ഓഫൻ ഒക്കർ ഇൻ ബിഗ് ലംസ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ബ്രേക്ക് ഇറ്റ് ഇൻ ടു സ്മോളർ പീസസ്. ദ ലംസ് ആർ ക്രഷ് ടു സ്മോളർ പീസസ് ബൈ ഹാമറിംഗ് ഇൻ എ ഹാമർ മൈൽ. അതായത് ഇപ്പം പുതിയ മോഡേൺ ടെക്നിക്കൊക്കെ വെച്ച് അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. ഗ്രൈൻഡിങ് ആൻഡ് പൾവറൈസേഷൻ ഓഫ് ദ ക്രഷ്ഡ് ഓർ. The crushed ore is then finally pulverized to fine powder. ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഓറിനെ എന്ത് ചെയ്യണം? അല്ല, ഫൈൻ പൗഡർ ആക്കി മാറ്റുന്നു. അതാണ് ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ. ഹ്യൂജ് പീസസ് ആർ ബ്രോക്കൺ ഇൻ ടു സ്മോൾ പീസസ് ആൻഡ് പൾവറൈസ്ഡ്. നോക്കി, ഇതാണ് നമുക്ക് മൈൻ ചെയ്ത് കിട്ടിയ ഓറ്. എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്തു? അത് ക്രഷ് ചെയ്ത് ഫൈൻ പൗഡർ ആക്കി മാറ്റുന്നു ഓറിനെ. ഇനി പൗഡർ ആക്കി മാറ്റിയ ഓറിൽ നിന്ന് ഇമ്പ്യൂരിറ്റി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതായത് സിലിക്ക ഒക്കെ ഉണ്ട്. അതിനെല്ലാം മാറ്റണം. അതിനുവേണ്ടി ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദ പൾവറൈസ്ഡ് ഓർ. അതിനെയാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് പറയുന്നത്. ഓരോ ഓറിനും ഓരോ നേച്ചറുണ്ട്. ആ നേച്ചർ അനുസരിച്ച് പലതരത്തിലുള്ള കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡാണ് ഗ്രാവിറ്റി സെപ്പറേഷൻ, അല്ലെങ്കിൽ അതിന് ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയും. വാഷ് ചെയ്യുക, വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുന്നു. രണ്ടാമത്തെ മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. മൂന്നാമത്തെ മാഗ്നറ്റിക് സെപ്പറേഷൻ. നാലാമത്തെ മെത്തേഡാണ് ലീച്ചിങ്. എന്നിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ഗ്രാവിറ്റി സെപ്പറേഷൻ മെത്തേഡ് നോക്കിക്കേ. ഈ അപ്പാറ്റസിനകത്ത് പൗഡേർഡ് ഓർ ഇടുക. അവിടെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പോലെയാണ് ഇമ്പ്യൂരിറ്റീസ് വന്നിരിക്കുന്നത്. അത് ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പ്യൂരിറ്റീസ്. ഇവിടെ ഓറ് സസ്പെൻഷൻ ഓഫ് ദ ഓർ ആണ്. ഇവിടുത്തെ ഓർ എന്താന്ന് വെച്ചാൽ ഗ്യാങ് ഇമ്പ്യൂരിറ്റി ഫ്ലോട്ട് ചെയ്യുന്നു. അതായത് ലൈറ്ററാണ് ഓറിനേക്കാളും. അതുകൊണ്ട് മുകളിൽ പൊങ്ങിക്കിടന്നാൽ നമുക്ക് അതിനെ പുറത്തേക്ക് കളയാൻ സാധിക്കുന്നു. ഇനി നമ്മുടെ ഓർ, അതായത് മെറ്റലുള്ള ഓർ എന്ത് ചെയ്യുന്നു? അത് താഴോട്ട് അടിയുന്നു. അന്നേരം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓറിന് ഓർ എന്ന് പറയുന്നത് താഴോട്ട് അടിയുന്നതാണ്. അത് കൂടുതൽ ഹെവിയാണ് ഓർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് താഴോട്ട് അടിയുന്നത്. ഇമ്പ്യൂരിറ്റീസ് ലൈറ്റർ ആയതുകൊണ്ട് അത് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. അതിനെ നമുക്ക് വാഷ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മാറ്റാൻ പറ്റുന്നു. ഇതാണ് ഗ്രാവിറ്റി സെപ്പറേഷൻ മെത്തേഡിലൂടെയാണ് നമ്മൾ ഈ പ്രോസസ്സ് നടത്തുന്നത്. ഇതിനൊക്കെ പലതരത്തിലുള്ള അപ്പാറ്റസ് വേണം കേട്ടോ. അപ്പാറ്റസ് പ്രത്യേക തരത്തിലുള്ള ഡിവൈസിലൂടെയാണ് ഗ്രാവിറ്റി സെപ്പറേഷൻ ഒക്കെ നടത്തുന്നത്. പിന്നെ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുമ്പോൾ ഹെവി ഓറ് നമുക്ക് താഴോട്ടടിയുന്നു. വാട്ടർ ആൻഡ് ലൈറ്റർ ഗ്യാങ്സ് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. വാട്ടർ ആൻഡ് ലൈറ്റർ ഗ്യാങ്സ് മുകളിലായിട്ട് കിടക്കുന്നു. ഹെവി ഓറ് താഴോട്ടടിയുന്നു. നമുക്ക് അവസാനം എന്ത് കിട്ടുന്നു? ഓറിനെ നമുക്ക് കിട്ടുന്നു ഓർ. ബാക്കി ഗ്യാങ്ങിനെ പുറത്തേക്ക് കളയുന്നു. ഇവിടെ ഒരു കോൺസെൻട്രേഷൻ മെത്തേഡാണ് നമ്മൾ കണ്ടത്. അടുത്താണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുമ്പം കാന്തിക സ്വഭാവമുള്ള ഓറുണ്ട്. അതായത് ഹേമറ്റൈറ്റ്, മാഗ്നറ്റ്, അയൺ അടങ്ങിയ ഓർ എന്തായിരിക്കും? മാഗ്നറ്റിക് ക്യാരക്ടർ കാണിക്കുന്ന.
Magnetic separation is done especially in the case of hematite ore, whereby the powdered ore is dropped on the leather or brass conveyor belt. നിങ്ങൾ ഈ പൊടിയൊക്കെ പൊടിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അല്ലെ, മില്ലിലൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു ബെൽറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ, പൊടി പൊടിപ്പിക്കുന്ന യന്ത്രം. അതുപോലെയുള്ള ഒരു യന്ത്രമാണ് മാഗ്നറ്റിക് സെപ്പറേഷനകത്ത് ഉപയോഗിക്കുന്നത്. Which moves over two rollers. One of these rollers is magnetic. When the ore passes over the magnetic roller, it sticks to the belt due to the force of attraction and falls nearer due to the force of attraction of the magnetized roller. മാഗ്നറ്റിക് ഇതുള്ള ബെൽറ്റിനകത്ത് പറ്റി നമ്മുടെ മാഗ്നറ്റിക് ഓർ നേച്ചറുള്ള ഓർ പറ്റി പിടിച്ചിരിക്കുന്നു. അത് അതിന്റെ അടുത്ത ഡിവൈസിലേക്ക് വീഴുന്നു. The gang falls over readily further away. The ore and the magnetic impurities are collected as two separated heaps. രണ്ട് ബാസ്ക്കറ്റുകളിലായിട്ട് നമ്മുടെ ഓറും മാഗ്നറ്റിക് അടുത്ത ഇമ്പ്യൂരിറ്റിയും മാറിക്കിടക്കുന്നു. ഓർ ആൻഡ് ദ മാഗ്നറ്റിക് ഇമ്പ്യൂരിറ്റീസ് ആർ കളക്റ്റഡ് ആസ് ടു സെപ്പറേറ്റ് ഹീപ്സ്. ഇവിടെ നോൺ മാഗ്നറ്റിക് പാർട്ടിക്കിൾ, ഇലക്ട്രോ മാഗ്നറ്റ്, മാഗ്നറ്റിക് പാർട്ടിക്കിൾസ്, ട്രാവലിംഗ് ബെൽറ്റ്, ഇതിന് രണ്ട് ഇതായിട്ട് നോൺ മാഗ്നറ്റിക് പാർട്ടിക്കിൾ വേറൊരു സ്ഥലത്ത് കളക്ട് ചെയ്യുന്നു, മാഗ്നറ്റിക് പാർട്ടിക്കിൾ വേറൊരു പ്ലേസിൽ കളക്ട് ചെയ്യുന്നു. ഇതിൽ നമുക്ക് മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ ഇവിടുന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നു. ഇതാണ് ഇവിടെ കാണുന്ന മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ്ഡ് ഫോർ ഐദർ ഓർ ഗ്യാങ് ഇൻ മാഗ്നറ്റിക് ബിഹേവിയർ. ഏതെങ്കിലും ഗ്യാങ്ങോ ഓറോ മാഗ്നറ്റിക് ബിഹേവിയർ ഉള്ള നമുക്ക് എടുക്കാൻ സാധിക്കുന്നു. പൗഡേർഡ് ഓറ്, ഇതാണ് നമ്മുടെ റോളർ. ആ റോളറിൽ ബെൽറ്റിൽ കൂടി കടന്നു പോകുമ്പോൾ മാഗ്നറ്റിക് നേച്ചറുള്ള പാർട്ടിക്കിൾ ഒരു കണ്ടെയ്നറിലേക്ക് വീഴുന്നു. അടുത്ത നോൺ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് വേറൊരു കണ്ടെയ്നറിലേക്ക് നീറുന്നു. അന്നേരം എന്താണ് സംഭവിക്കുന്നത്? ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ്ഡ് ഫോർ ഐദർ ഓർ ഗ്യാങ് ഇൻ മാഗ്നറ്റിക് ബിഹേവിയർ. ഓർത്തിരിക്കുക. അടുത്ത കോൺസെൻട്രേഷൻ മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല പ്രാവശ്യം ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്. എന്തായിരിക്കും ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ? പത അല്ലേ? പത നമുക്കറിയാം പൊങ്ങിക്കിടക്കും. ആ പതയിലായിരിക്കും ഇവിടെ നമ്മുടെ ആവശ്യമുള്ള മെറ്റല് പൊങ്ങിയിരിക്കുന്നു, ഓറ് മെറ്റല് പൊങ്ങിയിരിക്കുന്നു. നമുക്ക് നോക്കാതെ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ കോൺസെൻട്രേറ്റിംഗ് സൾഫൈഡ് ഓർ such as ore is preferentially wet by oil. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഓറ് വെള്ളത്തിൽ കൂടുതൽ മിക്സ് ചെയ്യുന്നില്ല, അതിന് ഏറ്റവും ഇഷ്ടം ഓയിലിനോടാണ്. ഓയിൽ അങ്ങനത്തെ നേച്ചറുള്ള ഓറാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. വെറ്റ് ബൈ ഓയിൽ. ആരാണ്? ഓറ്. വൈൽ ദ ഗ്യാങ് പാർട്ടിക്കിൾസ് ആർ വെറ്റ് ബൈ വാട്ടർ. എന്നാൽ ഇമ്പ്യൂരിറ്റീസ് വെള്ളത്തിനകത്ത് ലയിച്ചു ചെയ്യുന്നു. പൗഡേർഡ് ഓർ ഈസ് മിക്സ്ഡ് വിത്ത് വാട്ടർ and a little pine oil and the mixture is vigorously stirred by passing compressed air. അതിലോട്ട് നല്ല എയർ കടത്തി വിട്ട് നല്ലപോലെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാകുന്നത്? അവിടെ പത ഉണ്ടാകുന്നത്. ഫ്രോത്ത് which is produced rises to the surface and carries the ore particle along with it. നമുക്കറിയാം ഡിറ്റർജൻസ് ഒക്കെ നമ്മൾ വെള്ളത്തിൽ കലക്കുമ്പോൾ നല്ല പത മുകളിൽ പൊങ്ങി കിടക്കുന്നില്ലേ? അതുപോലെ ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷനകത്ത് പത അല്ലെങ്കിൽ ഫ്രോത്ത് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. ആ ഫ്രോത്തിനകത്ത് ആരുണ്ട്? ഓർ പാർട്ടിക്കിൾസ് ഉണ്ട്. ദ ഗ്യാങ് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. ഗ്യാങ് താഴോട്ടടിയുന്നു. നമുക്കൊന്ന് നോക്കാം ഇതിന്റെ ഡിവൈസ് ഒക്കെ എങ്ങനെയാണ്. ഇവിടെ പൈൻ ഓഫ് ഓയിൽ ഫോം കണ്ടെയ്നിങ് സൾഫൈഡ് ഓർ, പൈൻ ഓയിലാണ്. മിക്സ്ചർ ഓഫ് വാട്ടർ, പൈൻ ഓയിൽ. ഇവിടെ കംപ്രസ്ഡ് എയർ ആണ് ഇവിടെ കടത്തിവിടുന്നത്. പൈൻ ഓയിൽ ഫോം കണ്ടെയ്നിങ് സൾഫൈഡ് ഓർ. ഇതാണ് അപ്പാരറ്റസ് കേട്ടോ. അന്നേരം ഇതിന്റെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിന്റെ ഡിവൈസുകളാണിത്. ഫ്രോത്ത് ഫ്ലോട്ടേഷനകത്ത് കളക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പൈൻ ഓയിൽ, ഫാറ്റി ആസിഡ്, സാൻഡേറ്റ് എക്സെട്ര ഒക്കെ കളക്ടേഴ്സ് ആണ്. എൻഹാൻസ് നോൺ വെറ്റബിലിറ്റി ഓഫ് ദ മിനറൽ പാർട്ടിക്കിൾ. അത് കളക്ടേഴ്സ് ആരെ ഇത് ചെയ്യാൻ ജോയിൻ ചെയ്യാനാണ്? ഓർ പാർട്ടിക്കിളുമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് കളക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. കളക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് പൈൻ ഓയിൽ, ഫാറ്റി ആസിഡ്സ്, സാൻഡേറ്റ് എക്സെട്ര. നോൺ വെറ്റബിലിറ്റി ഓഫ് ദ മിനറൽ പാർട്ടിക്കിൾസ് ആൻഡ് ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ്. ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിസോൾസ്, അനിലിനൊക്കെ ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ് ആണ്. അതായത്
ഫ്രോത്ത് മുകളിൽ പത പൊങ്ങിക്കിടക്കണം. പെട്ടെന്ന് പത പോയാൽ പിന്നെ നമുക്ക് അതിനെ കളക്ട് ചെയ്ത് അതിനെ ശേഖരിക്കണം. ഫ്രോത്തിനെ ആ പത പെട്ടെന്ന് പോയാൽ നമുക്ക് കിട്ടത്തില്ല. അതിനുവേണ്ടി അത് കുറച്ചു നേരം ഇങ്ങനെ പൊങ്ങി ഫ്രോത്തായിട്ട് കിടക്കണം. അതിനുവേണ്ടിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ്. ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ് ദീർഘനേരം ഫ്രോത്തായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്നു. ക്രിസോൾസും അനിലിനും ഒക്കെ ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സിന് എക്സാമ്പിളാണ്. ഫ്രോത്ത് സ്റ്റെബിലൈസറായിട്ട് ക്രിസോൾസും അനിലിനും ഉപയോഗിക്കുന്നു. ദാറ്റ് സ്റ്റെബിലൈസസ് ദ ഫ്രോത്ത്. അന്നേരം നിങ്ങളുടെ മനസ്സിലായിട്ട് വരണം, എന്താണ് ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ്? ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രോത്തിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രിസോളും അനിലിനും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഫ്രോത്ത് വളരെ നേരം ദീർഘനേരം നിൽക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ക്രിസോളും അനിലിനും ഒക്കെ. ഇനി കളക്ടേഴ്സ് ആയിട്ട് ആരെയാണ് ഉപയോഗിക്കുന്നത്? പൈൻ ഓയിൽ, ഫാറ്റി ആസിഡ്, സാൻഡേറ്റ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. കളക്ടേഴ്സ് ആയിട്ട് പൈൻ ഓയിലിനെ നമ്മളിപ്പം ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിനകത്ത് ഉപയോഗിക്കുന്നു. ഫ്രോത്ത് സ്റ്റെബിലൈസർ ആയിട്ട് അനിലിനെയും ക്രിസോളിനെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഓരോന്നിനെയും ഫംഗ്ഷൻ നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. ഇനി അടുത്താണ് ഡിപ്രസൻസ്. ഡിപ്രസൻസ് എന്ന് പറഞ്ഞാൽ സോഡിയം സയനൈഡ് ഉപയോഗിക്കുന്നുണ്ട് ഡിപ്രസൻസ് ആയിട്ട്. സോഡിയം സയനൈഡ് ആക്ട് ആസ് ഡിപ്രസൻസ് ഫോർ സിങ്ക് സൾഫൈഡ്. എന്താണ് ഡിപ്രസൻസ് നമുക്ക് നോക്കാം. ചില സമയത്ത് ഓറിനകത്ത് സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും കാണും. നമുക്ക് ഒരു ഇതിനെ മതി. ലെഡിനെ നമുക്ക് ആവശ്യം, ലെഡിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി സിങ്ക് സൾഫൈഡും പൊങ്ങി വന്നാൽ അത് പറ്റത്തില്ല. നമുക്ക് ലെഡ് സൾഫൈഡിനെ തന്നെ വേർതിരിച്ചെടുക്കണം. അതിനാണ് നമ്മൾ ഡിപ്രസൻസ് എന്ന കെമിക്കൽസ് ഉപയോഗിക്കുന്നത്. Sometimes it is possible to separate two sulfide ore by adjusting proportion of oil to water or by using depressants. For example, in the case of an ore containing ഓറിനകത്ത് രണ്ട് മെറ്റൽസ് ആണ്, സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും ഉണ്ട്. ദി ഡിപ്രസന്റ് യൂസ്ഡ് ഈസ് സോഡിയം സയനൈഡ്. സോഡിയം സയനൈഡ് ആയിട്ട് ഡിപ്രസന്റ് ഉപയോഗിക്കുമ്പോൾ സോഡിയം സയനൈഡ് സെലക്റ്റീവ്ലി പ്രിവെന്റ് സിങ്ക് സൾഫൈഡ് ഫ്രം കമ്മിങ് ടു ദ ഫ്രോത്ത്. സിങ്ക് സൾഫൈഡിനെ ഫ്രോത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഫ്രോത്തിന്റെ കൂടെ പോകാൻ സിങ്ക് സൾഫൈഡിനെ സോഡിയം സയനൈഡ് അനുവദിക്കുന്നില്ല, അതിനെ പ്രിവെന്റ് ചെയ്യുന്നു. ബട്ട് അലോ ലെഡ് സൾഫൈഡ് ടു കം വിത്ത് ദ ഫ്രോത്ത്. ലെഡ് സൾഫൈഡിനെ ഫ്രോത്തിന്റെ കൂടെ വരാൻ വേണ്ടി സോഡിയം സയനൈഡ് അനുവദിക്കുന്നു. എന്നാൽ സിങ്ക് സൾഫൈഡിനെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നു. നീ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സിങ്ക് സൾഫൈഡിനെ സോഡിയം സയനൈഡ് പുറകോട്ട് പിടിച്ച് വലിച്ച് ലെഡ് സൾഫൈഡിനെ മാത്രം പൊക്കി വിടുന്നു, ഫ്രോത്തിന്റെ കൂടെ പതയാക്കി വിടുന്നു. അന്നേരം സോഡിയം സയനൈഡിനെ അതുകൊണ്ട് വിളിക്കുന്നു ഡിപ്രസൻസ് എന്ന് വിളിക്കുന്നു. എന്നിട്ട് നമ്മൾ 3 പേരെ ഇവിടെ പരിചയപ്പെട്ടു. ഏതൊക്കെയായിരുന്നു? കളക്ടേഴ്സ്, ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ്, ഡിപ്രസൻസ്. ഡിപ്രസൻസ് ആയിട്ട് ആരെയാണ് ഉപയോഗിക്കുന്നത്? സോഡിയം സയനൈഡ്. എന്തിനാണ് ഡിപ്രസന്റ് ഉപയോഗിക്കുന്നത്? ഈ ഓറിനകത്ത് 2 മെറ്റൽസ് വരുവാണ്, സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും വരുവാണെങ്കിൽ ലെഡ് സൾഫൈഡിനെ മാത്രം ഫ്രോത്തിന്റെ കൂടെ പോകാൻ വേണ്ടി സോഡിയം സയനൈഡ് ഉപയോഗിച്ചാൽ സോഡിയം സയനൈഡ് സിങ്ക് സൾഫൈഡിനെ ഫ്രോത്താകാൻ സമ്മതിക്കുന്നില്ല, പതയാകാൻ സമ്മതിക്കാതെ ലെഡ് സൾഫൈഡിനെ മാത്രം അത് പതയാക്കുന്നു. ഓക്കെ, അന്നേരം നമുക്ക് ലെഡ് സൾഫൈഡിനെ വേർതിരിച്ച് എടുക്കാൻ സാധിക്കുന്നു, ലെഡിനെ. അന്നേരം ഇവിടെ നമ്മള് ഫ്രോത്ത് കണ്ടെയ്നിങ് ദ ഓർ എക്സ്പെരിമെന്റ് നടത്തി കഴിയുമ്പോൾ നമുക്ക് മുകളിൽ ഇങ്ങനെ പത പോലെ കിട്ടും. ഫ്രോത്ത് കണ്ടെയ്നിങ് ദ ഓർ ആയിട്ട് ഇവിടെ കിട്ടും. നമ്മൾ ഈ അപ്പാരറ്റസിനകത്ത് ഓർ പ്ലസ് വാട്ടർ, പൈൻ ഓയിൽ ഉപയോഗിക്കുന്നു. ഗ്യാങ് എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റി താഴോട്ട് അടിയുന്നു. മുകളിലായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഫ്രോത്ത് പത. ആ പതയ്ക്കകത്ത് ഓറ് കണ്ടെയ്നിങ് ഓർ. നമുക്കിവിടെ സോഡിയം സയനൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും ഉണ്ടെങ്കിൽ ആരാണ് ഫ്രോത്തായിട്ട് വരുന്നത്? ലെഡ് സൾഫൈഡ് വരുന്നു. അതുകൊണ്ടാണ് സോഡിയം സയനൈഡിനെ ഡിപ്രസന്റ് എന്ന് വിളിക്കുന്നത്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ യൂസ്ഡ് ഫോർ ദ ഇമ്പ്യൂരിറ്റീസ് ഹെവിയർ ദാൻ ഓർ. ഇവിടെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിക്കുന്നത് ഇമ്പ്യൂരിറ്റീസിന് ഹെവിയർ ഇമ്പ്യൂരിറ്റീസ് ഉള്ളിടത്താണ്. അതുകൊണ്ടാണ് ഇമ്പ്യൂരിറ്റീസ് താഴെ അടിയുന്നു. അതാണ് ഗ്യാങ് എന്ന് പറയുന്നത്. ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറിനകത്തുള്ള ഇമ്പ്യൂരിറ്റിനെയാണ് ഗ്യാങ് താഴെ അടിയുന്നു. നമുക്ക് ആവശ്യമുള്ള ഓറിന് ഫ്രോത്തായിട്ട് മുകളിലേക്ക് പതയായിട്ട് ഇങ്ങനെ പതയുടെ കൂടെ നമുക്ക് സൾഫൈഡ് ഓർ പാർട്ടിക്കിൾ കിട്ടുന്നു. ഫ്രോത്ത് ബബിൾസ് ക്യാരിങ് സൾഫൈഡ് ഓർ പാർട്ടിക്കിൾസ്. ഈ ബബിൾസ് ക്യാരിങ് സൾഫൈഡ് ഓർ പാർട്ടിക്കിൾസ് ആണ്.
കംപ്രസ്ഡ് എയർ ആണ് ഈ ട്യൂബിലൂടെ കടന്നു വരുന്നു. വാട്ടർ കണ്ടെയ്നിങ് പൈൻ ഓയിലാണ്. ആ പൈൻ ഓയിൽ എന്തായിട്ട് ഉപയോഗിക്കുന്നു? കളക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ അത് ഫ്രോത്ത് ആകുന്നു. ഫ്രോത്തിനകത്ത് എന്തുണ്ടാകുന്നു? ഓർ പാർട്ടിക്കിൾസ് കിടക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന പ്രോസസ്സിനെ പറ്റി മനസ്സിലായി. ഇവിടെ സൾഫൈഡ് ഓറിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിക്കുന്നത്. സൾഫൈഡ് ഓറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സൾഫൈഡ് ഓർ എന്ന് പറയുന്നത് ലൈറ്റർ ഓർ ആണ്. എന്നാൽ ഇവിടെ യൂസ്ഡ് ഫോർ ഇംപ്യൂരിറ്റീസ് ഹെവിയർ ദാൻ ഓർ. അന്നേരം ഓർ എന്ന് പറയുന്നത് ലൈറ്റർ ആയിട്ട് ഇവിടെ കിടക്കുന്നു, ഇംപ്യൂരിറ്റീസ് ഹെവിയർ ആണ്, അത് താഴെ അടിയുന്നു. ഓക്കെ, ഇതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിന്റെ മെക്കാനിസം. ഇത് ആദ്യമായിട്ട് ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിന്റെ ടെക്നിക്ക് കണ്ടുപിടിച്ചത് ഒരു വാഷർ വുമൺ ആയിരുന്നു. ആ വുമൺ ഈ ഗനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, കോപ്പർ ഗനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ വസ്ത്രങ്ങൾ അലക്കുന്നതായിരുന്നു. One can do wonders if he or she has a scientific temperament and is attentive to observations. A washerwoman had an innovative mind too. While washing a miner's overalls, she noticed that sand and similar dirt fell to the bottom of the washtub. അതായത് ആ ഡ്രസ്സിനകത്തുണ്ടായിരുന്ന ഡ്രസ്സ് അലക്കുമ്പം ഈ മണലും അങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം താഴോട്ട് അടിയുന്നുണ്ട്. What was peculiar? The copper-bearing compounds that had come to the cloth from the mines were caught in the soap suds, and so they came to the top. ഇതിന്റെ ബാക്കി ഓർ മെറ്റൽസ് മുകളിൽ പൊങ്ങി കിടക്കുന്നു. One of her clients, Mrs. Carrie Elson, was a chemist. The washerwoman told her experience to Mr. Elson. അങ്ങനെയാണ് ഈ കാര്യം, ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന ആ മെത്തേഡിലേക്ക് വന്നത്. അന്നേരം ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഉണ്ട്. അന്നേരം അതിനുവേണ്ടിയാണ് ഒബ്സർവേഷൻ നടത്തുക എന്ന് പറയുന്നത്. നമ്മൾ പ്രകൃതിയിലേക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമേ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കത്തുള്ളൂ. അന്നേരം ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന പ്രോസസ്സിന്റെ ശരിക്കുള്ള ഉപജ്ഞാതാവ് ആരാണ്? ഒരു വാഷർ വുമൺ ആണെന്ന് കാര്യം ഓർക്കുക. അടുത്ത പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓറിന്റെ പ്രോസസ്സാണ് ലീച്ചിങ്. Leaching is a process in which the ore is concentrated by chemical reaction with a suitable reagent. ഇമ്പോർട്ടന്റ് ആണ് ലീച്ചിങ്. ഇതുവരെ നമ്മൾ ഫിസിക്കൽ മെത്തേഡാണ് പഠിച്ചത്. ഇനി പഠിക്കുന്നത് ഈ ലീച്ചിങ് എന്ന് പറയുന്നത് കെമിക്കൽ മെത്തേഡാണ്. Leaching is the process in which the ore is concentrated by chemical reaction with a suitable reagent. ഓരോ മെറ്റൽസിനും ഓരോ പ്രത്യേക തരത്തിലുള്ള കെമിക്കൽ റിയാജൻസ് ഉണ്ട്. ലീച്ചിങ് ഓഫ് അലൂമിനിയ ഫ്രം ബോക്സൈറ്റ് ഓർ. അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. ഈ ബോക്സൈറ്റ് എന്ന് പറയുന്നത് Al2O3 ആണ്, അലൂമിനിയം ഓക്സൈഡ് ആണ്. ഈ ബോക്സൈഡിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ബോക്സൈറ്റിന് പറ്റിയ ഒരു സൂട്ടബിൾ കെമിക്കൽ റിയാജന്റ് ആണ്. H2O റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം AlOH4 ഉണ്ടാകുന്നു. ഈ സോഡിയം AlOH4 കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുമ്പോൾ Al2O3XH2O പ്ലസ് സോഡിയം ബൈകാർബണേറ്റ് ഉണ്ടാകുന്നു. ഇനി ഈ Al2O3XH2O നമ്മൾ നല്ലപോലെ ഹീറ്റ് കടത്തി വിടുമ്പോൾ അത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള Al2O3 ആകുന്നു, അലൂമിനിയം ഓക്സൈഡ് ആയി മാറുന്നു. ഇതാണ് ലീച്ചിങ്. ലീച്ചിങ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് the ore is concentrated by chemical reaction with a suitable reagent. ഇവിടെ നമ്മൾ ബോക്സൈറ്റിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് റിയാക്ട് ചെയ്ത് അതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡും കടത്തിവിട്ടപ്പോൾ നമുക്ക് അതിനകത്തെ പ്യൂരിഫൈ ചെയ്ത് കിട്ടുവാണ്. ഓറിനെ പ്യൂരിഫൈ ചെയ്ത് Al2O3, ഇത് ഇംപ്യൂർ ആയിട്ടുള്ള Al2O3 ആയിരുന്നു. നമുക്ക് അവസാനം ഫൈനലായിട്ട് എന്ത് കിട്ടി? ഫൈനലായിട്ട് നമുക്ക് പ്യൂരിഫൈ, അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെല്ലാം മാറ്റി നമുക്ക് കിട്ടുന്നു. അതാണ് ലീച്ചിങ് എന്ന പ്രോസസ്സ്. ബോക്സൈറ്റ് എന്താണ്? അലൂമിനിയത്തിന്റെ ഓറാണ്. ബോക്സൈറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അലൂമിനിയം ഓർ. ഇറ്റ് കൺസിസ്റ്റ് ലാർജ്ലി ഓഫ് ദ മിനറൽസ്. Bauxite does not have a specific composition. It is a mixture of hydrous aluminum oxide, aluminum hydroxide, clay minerals and insoluble materials. അതുകൊണ്ട് നമ്മൾ അതിനെ അലൂമിനിയം ഓക്സൈഡ് നമുക്ക് പറയുവാണ്. ഈ ലീച്ചിങ് പ്രോസസ്സ്, in this method the ore is treated chemically with a suitable reagent that is preferentially dissolve the active component of the ore. The concentrated ore form is then recovered from the solution by a suitable chemical method. Example, concentration of leaching process in the purification of bauxite using sodium hydroxide solution. The bauxite is digested with the concentrated solution of caustic soda
At 150 degrees Celsius, the aluminum oxide dissolves in sodium hydroxide, leaving behind the insoluble impurities, which are removed by filtration. നമ്മുടെ ബോക്സൈഡിനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറിപ്പോകുന്നു. ആ ഇമ്പ്യൂരിറ്റീസിനെ ഫിൽറ്റർ ചെയ്ത് മാറ്റാവുന്നതാണ്, നമ്മൾ അരിപ്പിക്കകത്ത് അരിക്കുന്ന പോലെ. ലീച്ചിങ് എന്ന കെമിക്കൽ പ്രോസസ് ആണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ ആണ് പഠിക്കുന്നത്. ലീച്ചിങ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ദ ഓർ ഈസ് കോൺസെൻട്രേറ്റഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ വിത്ത് എ സ്യൂട്ടബിൾ റിയേജന്റ്. ഓർത്തിരിക്കുക, ലീച്ചിങ് ഓഫ് അലൂമിന ഫ്രം ബോക്സൈറ്റ്, അതാണ് ബോക്സൈറ്റ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് കൊണ്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം മെറ്റാ അലൂമിനേറ്റ് ഉണ്ടാകുന്നു. അവസാനം നമുക്ക് അലൂമിനിയം ഓക്സൈഡ്, പ്യൂർ ആയിട്ടുള്ള അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാകുന്നു. അതുപോലെ സിൽവറിന്റെ ഓറാണ് അർജിനൈറ്റ്, ഗോൾഡ്, അങ്ങനെയുള്ള എല്ലാത്തിനെയും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കെമിക്കൽ വെച്ച് ഡിസോൾവ് ചെയ്യിച്ച് അതിന് നമുക്ക് പ്യൂർ ആക്കാൻ സാധിക്കും. സിൽവർ ആണെങ്കിൽ Ag2S അതിന്റെ ഓറാണ്. സോഡിയം സയനൈഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ സോഡിയം അർജിനേറ്റോ സയനൈഡ് ഉണ്ടാകുന്നു. അങ്ങനെ നമുക്ക് ഇമ്പ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ചെയ്ത് പ്യൂർ ആയിട്ടുള്ള സിൽവറിന്റെ ഓറ് നിർമ്മിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സിൽവർ മെറ്റൽ. സിൽവർ പ്ലസ് സോഡിയം സയനൈഡ് പ്ലസ് 2H2O പ്ലസ് O2 ലീച്ചിങ് നടത്തുവാണ്. ലീച്ചിങ് അന്നേരം സിൽവറിന്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സിൽവർ ഡിസോൾവ് ചെയ്യാനുള്ള സ്യൂട്ടബിൾ റിയേജന്റ് ആണ് സോഡിയം സയനൈഡ് പ്ലസ് H2O പ്ലസ് O2 കടത്തി വിടുമ്പോൾ സോലുബിൾ സോഡിയം ഡൈസൈനോ അർജിനേറ്റ് 1 ഉണ്ടാകുന്നു. സോലുബിൾ ലയിച്ച് ചേർന്നിരിക്കുകയാണ് സോഡിയം ഡൈസൈനോ അർജിനേറ്റ് 1. സോലുബിൾ സയനൈഡ് കോമ്പൗണ്ട് ക്യാൻ ബി ട്രീറ്റഡ് വിത്ത് സിങ്ക് ടു ഗീവ് മെറ്റൽ ബൈ ഡിസ്പ്ലേസ്മെന്റ്. അതായത് നമ്മുടെ സോഡിയം ഡൈസൈനോ അർജിനേറ്റിനെ സിങ്ക് കൊണ്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നു. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമ്പോൾ ഈ സിങ്ക് സോഡിയം ഡൈസൈനോ അർജിനേറ്റിന്റെ സ്ഥാനത്ത് കയറിയിരിക്കുന്നു. അന്നേരം സിങ്ക് Na2ZnCN4 പ്ലസ് സിൽവർ പുറത്തേക്ക് പോകുന്നു. സിൽവർ പുറത്തേക്ക് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. പുറത്തേക്ക് പോയി 2Ag ആയിട്ട് അത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നു, താഴോട്ട് അടിയുന്നു. നമുക്കിവിടെ സിൽവറിനെ പ്യൂരിഫൈ ചെയ്യുകയാണ്. സിൽവറിന്റെ തൊണ്ടായിരുന്ന ഇമ്പ്യൂരിറ്റീസിനെ എല്ലാം മാറ്റുന്നു. എങ്ങനെ ഇമ്പ്യൂരിറ്റീസിനെ മാറ്റിയത്? സോഡിയം സയനൈഡ് വെച്ച് റിയാക്ട് ചെയ്തപ്പോൾ സോലുബിളാക്കി അവസാനം സിങ്ക് വെച്ച് റിയാക്ട് ചെയ്യിപ്പിച്ച് സിൽവറിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യിക്കുന്നു. ഇതും ലീച്ചിങ് എന്ന പ്രോസസ്സാണ്. ലീച്ചിങ് കെമിക്കൽ മെത്തേഡാണ്. ഇപ്പം നമ്മൾ അലൂമിനിയം പഠിച്ചു, അതുപോലെ സിൽവർ പഠിച്ചു. ഇനി അടുത്താണ് ഗോൾഡ്. ഈ ഗോൾഡിനെ നമുക്ക് ലീച്ചിങ് പ്രോസസ്സിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. സോഡിയം സയനൈഡ് ഫോംസ് എ കോംപ്ലക്സ് വിത്ത് ഗോൾഡ് ഓർ വിച്ച് ക്യാൻ ബി ഈസിലി റെഡ്യൂസ്ഡ്. നമുക്കറിയാം ഗോൾഡിന്റെ ഫോർമുല എന്താണ്? Au പ്ലസ് സോഡിയം സയനൈഡ്. സിൽവറിന്റെ പോലെ തന്നെ H2O പ്ലസ് O2 ഗീവ്സ് സോഡിയം AuCN2S. ഇനി അതിനെ നമ്മൾ എന്താ ചെയ്തത്? പിന്നെ അടുത്തത് സോഡിയം AuCN2Sനെ നമുക്ക് അവസാനം സിങ്ക് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടത്തി ഗോൾഡ് നമുക്ക് പുറത്തേക്ക് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ഗോൾഡ് സിങ്ക് ഈ കോംപ്ലക്സിനകത്തോട്ട് കയറി സിങ്ക് CN4 2- ആയി മാറുന്നു പ്ലസ് 2AuO. ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യം കണ്ടത് എന്തായിരുന്നു? ആദ്യം കണ്ട ഗോൾഡ് ഇംപ്യൂർ ആയിരുന്നു. ഇവിടെ പ്യൂർ ആയിട്ടുള്ള ഗോൾഡ് കിട്ടി. അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറിപ്പോയി. ഇൻ ദിസ് റിയാക്ഷൻ സിങ്ക് ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജന്റ്. സിങ്ക് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ ആയിരുന്നു. എങ്ങനെയാണ് ഓറിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഒരു പരിധി വരെ മാറ്റാൻ സാധിക്കുന്നു. അടുത്തതാണ് പ്രൊഡക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റാൻ പോവാം. കൺവേർഷൻ ടു ഓക്സൈഡ്. അടുത്ത രണ്ടാമത്തെ മെത്തേഡാണ് റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ് ടു മെറ്റൽ. ഓക്സൈഡ് ആക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ് ടു മെറ്റൽ. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് പഠിക്കാം. കൺവേർഷൻ ടു ഓക്സൈഡ്. കൺവേർഷൻ ടു ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഓറിനെ നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റാൻ പോവാം. ഓക്സൈഡ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ ആഡ് ചെയ്യുക എന്ന അർത്ഥമാണ് അല്ലേ? ഈ ഓക്സിജൻ ആഡ് ചെയ്യാൻ വേണ്ടി 2 ടൈപ്പാണുള്ളത്. 2 ടൈപ്പ് ഓക്സിജനുമായിട്ട് ഹീറ്റ് ചെയ്യുകയാണ്. ഒന്ന് കാൽസിനേഷൻ. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് എയറിൽ വെച്ച് ഹീറ്റ് ചെയ്യുന്നതിനാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് എയറിൽ വെച്ച് ഹീറ്റ് ചെയ്യുന്നതിനാണ് റോസ്റ്റിംഗ്. അന്നേരം കൺവേർഷൻ ടു ഓക്സൈഡ് ആക്കാൻ വേണ്ടി 2 ടൈപ്പ് ഉണ്ട്. കാൽസിനേഷനും റോസ്റ്റിംഗുമാണ് അവിടുത്തെ മെത്തേഡ്സ്.
അന്നേരം ഈ കാൽസിനേഷൻ്റെയും റോസ്റ്റിങ്ങിൻ്റെയും ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് പഠിക്കാം. കാൽസിനേഷൻ. The concentrated ore is converted into oxide by calcination. That is, heating is strongly in the absence of air. Absence of air. അതാണ് കാൽസിനേഷൻ. ഓർ റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് സ്ട്രോങ്ലി ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. രണ്ട് മെത്തേഡ്സ് ആണ് ഓക്സൈഡ് ഉണ്ടാകാൻ വേണ്ടി, കാൽസിനേഷനും റോസ്റ്റിങ്ങും. This helps in removing impurities. ഇമ്പ്യൂരിറ്റീസിന്റെ പ്രത്യേകത വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, SO2, ഓർഗാനിക് മാറ്റർ ആൻഡ് മോയ്സ്ചർ ഫ്രം ദ ഓർ, ഇതെല്ലാം മാറ്റാൻ നമുക്ക് സാധിക്കും. നല്ല ഹീറ്റ് കൊടുക്കുമ്പോൾ വോളറ്റൈൽ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഓറിൽ നിന്നങ്ങ് പോകുന്നു. അന്നേരം ഇറ്റ് റിമൂവ്സ് മോയ്സ്ചർ ഫ്രം ബോക്സൈറ്റ്. Al2O3 2H2O ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ Al2O3 ആയി മാറുന്നു. അതായത് H2O പാർട്ടിക്കിൾ അവിടെ നഷ്ടപ്പെടും. നല്ല ചൂടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൽ നിന്ന് വാട്ടർ മോളിക്യൂൾ എല്ലാം മാറിപ്പോകുന്നു. ഇറ്റ് റിമൂവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം കാർബണേറ്റ് ഓർ. ഇതൊക്കെയാണ് നമ്മുടെ ഓക്സൈഡ് ആക്കുമ്പോൾ നടക്കുന്നത്. റോസ്റ്റിംഗ്. ഇൻ ദിസ് പ്രോസസ് ദ ഓർ ഈസ് ഹീറ്റഡ് സ്ട്രോങ്ലി ഇൻ ദ പ്രസൻസ് ഓഫ് എക്സസ് ഓഫ് എയർ ബട്ട് ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് ടെമ്പറേച്ചർ. The result is it removes moisture, carbon dioxide, SO2 and organic matter. ഈ റോസ്റ്റിങ്ങിന് വിധേയമാകുന്ന സൾഫൈഡ് ഓർസ്. ഫോർ എക്സാമ്പിൾ ലെഡ് സൾഫൈഡിനെ വിളിക്കുന്നതാണ് ഗലീന. ഈ ലെഡ് സൾഫൈഡിനെ ഓക്സിജനുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ലെഡ് ഓക്സൈഡ് ഉണ്ടാകുന്നു. അന്നേരം സൾഫൈഡ് ഓറിനെ ഓക്സൈഡ് ആക്കുകയാണ്. ഓക്സൈഡ് ആക്കുന്നത് എങ്ങനെയാണ്? ദ സൾഫൈഡ് ഓർ ഇസ് കൺവേർട്ടഡ് പാർഷ്യലി ഇൻടു ഇറ്റ്സ് ഓക്സൈഡ് ബൈ യൂസിങ് റോസ്റ്റിംഗ്. സിങ്ക് സൾഫൈഡിനെ സിങ്ക് ഓക്സൈഡ് ആക്കി മാറ്റാം. സിങ്ക് സൾഫൈഡ് പ്ലസ് 3O2 ഗീവ് സിങ്ക് ഓക്സൈഡ് പ്ലസ് SO2. നമ്മളിവിടെ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓർ ഈസ് ഹീറ്റഡ് സ്ട്രോങ്ലി ഇൻ ദ പ്രസൻസ് ഓഫ് എക്സസ് എയർ ബട്ട് ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് ടെമ്പറേച്ചർ. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് റോസ്റ്റിംഗ്. അതായത് നിങ്ങൾ കാൽസിനേഷനും റോസ്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. റോസ്റ്റിംഗ് ആർക്ക് വേണ്ടിയാണ് പ്രത്യേകമായിട്ടുള്ളത്? സൾഫൈഡ് ഓറിന് വേണ്ടിയാണെന്നുള്ളതും കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരണം. സൾഫൈഡ് ഓർ. നമുക്കൊന്ന് വ്യത്യാസം നോക്കാം. റോസ്റ്റിംഗും കാൽസിനേഷനും. റോസ്റ്റിംഗ് ഓർ ഈസ് ഹീറ്റഡ് സ്ട്രോങ്ലി ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. കാൽസിനേഷൻ ഓർ ഈസ് ഹീറ്റഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. റോസ്റ്റിംഗ് യൂസ്ഡ് ഫോർ സൾഫൈഡ് ഓർ, ഹെൻസ് സൾഫർ ഡയോക്സൈഡ് ഈസ് ഗിവൺ ഔട്ട്. സൾഫൈഡ് ഓറിന് വേണ്ടിയാണ് റോസ്റ്റിംഗ് നടത്തുന്നത്. അന്നേരം നമുക്ക് ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് എന്താണ്? സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. Calcination used in carbonate or hydrated ore, hence carbon dioxide or water vapor is given below. Byproduct ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. റോസ്റ്റിങ്ങിനകത്ത് സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ് ആർ റിമൂവ്ഡ് ആസ് ഓക്സൈഡ്സ് ഇൻ റോസ്റ്റിംഗ്. കാൽസിനേഷനകത്ത് മോയ്സ്ചർ or organic impurities are removed. ഓക്കെ. എന്താണ് റോസ്റ്റിംഗും കാൽസിനേഷനും തമ്മിലുള്ള സിമിലാരിറ്റീസ്? Both the process are carried out in a reverberatory furnace. ഫർണസ് ഒക്കെ വേണം, ചൂട. അല്ല നമുക്ക് വെറുതെ വീട്ടിലെ ചീനച്ചട്ടിക്കകത്തൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല ഈ റോസ്റ്റിംഗും കാൽസിനേഷനും ഒക്കെ. അതാണ് റിവർബറേറ്ററി ഫർണസിൽ കൂടിയാണ് ഇത് നടത്തുന്നത്. ബോത്ത് ദീസ് പ്രോസസ് കൺവേർട്ട് ദ ഓർ ഇൻ ഇറ്റ്സ് മെറ്റൽ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. റോസ്റ്റിംഗും കാൽസിനേഷനും മെറ്റൽ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. They make the ore porous by removing volatile impurities from them. അതിൽ നിന്ന് വോളറ്റൈൽ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ എല്ലാം മാറ്റുന്നു. നമ്മളിവിടെ കാണുന്ന റോസ്റ്റിംഗ് നടത്തുന്ന കാര്യമാണ്, ഫർണസിൽ വെച്ച് നടത്തുന്നതാണ് നമ്മളിപ്പം ഇവിടെ ഒരു ഫിഗറിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, വിച്ച് ഈസ് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് വൈ? ഇവിടെ 4 ഇതാണ് വന്നിരിക്കുന്നത്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ഹൈഡ്രോളിക് വാഷിംഗ്, കാൽസിനേഷൻ. ഇതിനകത്ത് ഏതോ ഒരെണ്ണം ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ഏതായിരിക്കും? ഫ്രോത്ത് ഫ്ലോട്ടേഷനും മാഗ്നറ്റിക് സെപ്പറേഷനും ഹൈഡ്രോളിക് വാഷിങ്ങും എന്തായിരുന്നു? കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആയിരുന്നു അല്ലേ? കാൽസിനേഷൻ എന്തായിരുന്നു? കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ പ്രോസസ് ആണ്. അതെന്താണ് അവിടെ നടന്നിരുന്നത്? അവിടെ ഓക്സൈഡ് ആക്കി മാറ്റുന്നത്, മെറ്റൽ ഓക്സൈഡ് ആക്കി മാറ്റുമായിരുന്നു കാൽസിനേഷൻ. ഇതിന്റെ ആൻസർ കാൽസിനേഷൻ because it is a chemical process while rest are physical process and they only separate ore from impurities. അന്നേരം കാൽസിനേഷൻ എന്ന് പറഞ്ഞ കെമിക്കൽ പ്രോസസ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിച്ചത് ഐസൊലേഷൻ ഓഫ് എലിമെന്റ്സ്, അതായത് മെറ്റലർജിയുടെ
ഇൻട്രഡക്ഷൻ പാർട്ടാണ്. ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മെറ്റൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, അതിൽ നിന്ന് എങ്ങനെ കോൺസെൻട്രേഷൻ ഓഫ് ഓറിന്റെ പലതരത്തിലുള്ള മെത്തേഡ്സ് പഠിച്ചു. പിന്നെ പഠിച്ചത് നമ്മൾ എങ്ങനെയാണ് ആ മെറ്റൽ ഓക്സൈഡ് ആക്കി മാറ്റുന്നത്, കാൽസിനേഷനും റോസ്റ്റിങ്ങിനെ പറ്റിയും പഠിച്ചു. നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക, അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ് കാണാൻ ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.